ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പുട്ട് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പം നമ്മൾ പുട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് കഴിച്ച ശേഷം കുറച്ച് പുട്ടെല്ലാം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ പുട്ട് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അത് ചായക്കെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ പുട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കേണ്ട വിധം ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കുന്ന ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം നമുക്ക് വേഗം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർക്കാം. അതുപോലെ തന്നെ ഉപ്പുമാവിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കായ്മുളക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുന്ന സമയത്ത് ഒന്നുകിൽ ലോ ഫ്ലെയിം ആക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ സവാളയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 മീഡിയം സൈസ് സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് വേഗം തന്നെ കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇത് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പുട്ട് ഇതിലേക്ക് ചേർക്കാം. പുട്ടിൽ ഓൾറെഡി ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ടാക്കിയ പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുട്ട് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ സമയം മിക്സ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ആക്കി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേഗം തന്നെ നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ടുപ്മാവ് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കട്ടൻ ചായേൻ്റെ കൂടെ ഈ പുട്ടുപ്മാവ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പുട്ടുപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ പുട്ട് പിറ്റേത്തെ ദിവസത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെയും നമ്മൾ ചിലപ്പോൾ അത് ഉപയോഗിക്കാണ്ട് എല്ലാം ആയിപ്പോവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഒട്ടും പഴക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആയിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. ബൈ.